ഒരു മൃതശരീരത്തിൽ ബ്രഹ്മം ഉണ്ടാകുന്നതും ആത്മാവില്ലാതാകുന്നതും എങ്ങനെ? കല്ലിലും ആത്മാവുണ്ടോ? ഇവിടെ ബ്രഹ്മം ഒന്നിൽ ഉണ്ടാവുക ഇല്ലാതിരിക്കുക എന്നുള്ളതില്ല. മൃതശരീരത്തിലോ ജീവനുള്ള ശരീരത്തിലോ ബ്രഹ്മമുണ്ടെന്ന് പറയേണ്ടതില്ല. എന്തുകൊണ്ട്? എല്ലാത്തിൻ്റെയും ഉണ്മ, എല്ലാം നിലകൊള്ളുന്നത് ആ ഒരു ഉണ്മയിലാണ്, അസ്തിത്വത്തിലാണ്, സത്തയിലാണ്. അപ്പം മൃതശരീരത്തിൽ ബ്രഹ്മമുണ്ട്, ജീവനുള്ള ശരീരത്തിൽ ബ്രഹ്മമുണ്ട് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ബ്രഹ്മമേ ഉള്ളൂ. എന്തുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടോ അതിനെല്ലാം ഉണ്മയെ കൊടുക്കുന്ന ആത്യന്തികമായ സത്യമാണ്, സത്തയാണ് ബ്രഹ്മം. അതൊന്നിലുണ്ടെന്നോ ഇല്ലെന്നോ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ആത്മാ എന്ന് പറയുമ്പോൾ അതല്ല. അപ്പൊ ആത്മാവും ബ്രഹ്മം ഒന്നാന്നല്ലേ പറഞ്ഞത്? അതെ, അത് ആത്യന്തിക തലത്തിൽ. എന്നാൽ ജീവാത്മഭാവം എന്ന് നമ്മൾ പറയുന്നത് ശരീര താതാത്മ്യത്തോടു കൂടിയ അവസ്ഥയാണ്. ചൈതന്യം യത് അധിഷ്ഠാനം ലിംഗദേഹശ്ചയ പുനഃ ചിച്ഛായ ലിംഗദേഹസ്ഥ തത്സംഗോ ജീവ ഉച്യതേ. ജീവാത്മാവെന്ന് നമ്മൾ പറയുന്നത് അധിഷ്ഠാനമായ ആത്മചൈതന്യവും ലിംഗദേഹവും, ലിംഗദേഹം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മദേഹം, സൂക്ഷ്മദേഹം എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രാണങ്ങളും മനസ്സും ബുദ്ധിയും ചേർന്നത്. ചിച്ഛായ ലിംഗദേഹസ്ഥ, ഈ സൂക്ഷ്മ ശരീരത്തിലെ ചിത്തത്തിലുള്ള ആത്മചൈതന്യത്തിൻ്റെ ഛായയും ചേർന്നതിന്, തത്സംഗ, ചേർന്നതിന് പറയുന്ന പേരാണ് ജീവ. അപ്പൊ ജീവത്വം പ്രാണധാരണാതെന്നുണ്ട്. പ്രാണനെ ധരിക്കുമ്പോഴേ ജീവൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ കല്ലിൽ ജീവനുണ്ടോ? ഇല്ല. കല്ലിൽ ചൈതന്യമുണ്ടോ? ഉണ്ട്. ജഡത്തിൽ ജീവനുണ്ടോ? ജഡത്തിന് ജീവനില്ല. ജഡത്തിൽ കോടാനുകോടി ജീവികളുണ്ടാവും, അത് വേറെ. ജഡത്തിന് ജീവനില്ല. ജഡത്തിന് ചൈതന്യമുണ്ടോ? ചൈതന്യമുണ്ട്. അതൊരണുകണത്തിലുണ്ട്. ഒരണുകണത്തിനുള്ളിലേക്ക് പോയാൽ അതിലുണ്ട്. ചൈതന്യരഹിതമായിട്ടൊന്നുമില്ല. എന്നാൽ പ്രാണനെ ധരിക്കുന്ന ആ ഒരു ഭാവത്തിന് മാത്രമേ നമ്മൾ ജീവൻ എന്ന് പറയൂ. ചെടികൾക്ക് ജീവനുണ്ട്, ബീജങ്ങൾക്ക് ജീവനുണ്ട്. അതൊരു ബീജം എടുത്ത് ചെറുപയറെടുത്തു, അല്ലെങ്കിൽ വൻപയർ, കടലെടുത്തു വറുത്തു വെച്ചാൽ ജീവനില്ല. ചൈതന്യമില്ല. ചൈതന്യമുണ്ട്. ചൈതന്യരഹിതമായിട്ടൊന്നുമില്ല. എന്നാൽ ജീവൻ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ആ ജീവന്റെ പ്രകടീകരണത്തിന് മാറ്റമുണ്ട്. അതും പറയണം. ജീവൻ എല്ലാത്തിലും ഉണ്ടെങ്കിലും ജീവന്റെ പ്രകടീകരണത്തിന് മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ നടന്നു പോവുകയാണ് ഒരു വഴിക്ക്. ആ നടന്നു പോകുന്ന വഴിക്ക് ഒരു മരക്കൊമ്പ് വീണ് മരിച്ചു കിടക്കുന്നത് കണ്ടു. ഇത് എന്താ സ്വാമി പൊട്ടത്തരം പറയണത്? പൊട്ടത്തരല്ല, വാക്ക് പറയണത് ശ്രദ്ധിക്കുക. ഒരു മരക്കൊമ്പ് വീണ് മരിച്ചു കിടക്കണുണ്ട്. കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഒരു എലി മരിച്ചു കിടക്കുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു പശുക്കുട്ടി മരിച്ചു കിടക്കുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നുണ്ട്. ഈ നാലും കാണുമ്പോൾ നമ്മുടെ ഭാവം ഒന്നാണോ? അല്ല, നാലാണ്. എന്താ വ്യത്യാസം? ജീവനെല്ലാം തന്നെയല്ലേ. ജീവന്റെ ഉപാധിക്കനുസരിച്ച് അത് പ്രകടമാകുന്നതിന് ഭേദമുണ്ട്. സദ്ഭാവത്തിൻ്റെ സ്ഥിതി എല്ലാത്തിലും ഉണ്ട്. എല്ലാത്തിലും സദ്ഭാവമുണ്ട്. വൃക്ഷത്തിലുമുണ്ട്, എലിയിലുമുണ്ട്, പശുവിലുമുണ്ട്, മനുഷ്യനിലുമുണ്ട്. ചിദ്ഭാവത്തിൻ്റെ പ്രകടനം, ആനന്ദഭാവത്തിൻ്റെ പ്രകടനം നമുക്ക് ചെടിയിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇല്ലാന്ന് പറയരുത്. ചിദ്ഭാവമുണ്ട്, ആനന്ദഭാവമുണ്ട്. പക്ഷെ അത് വളരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാൻ പോലും സാധിക്കാത്ത അത്ര ചെറിയ അളവിലേ, ചെറിയ ഭാവത്തിൽ. അത് ഈ പ്രതിബിംബത്തിൻ്റെ വിശേഷമാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതലാണ് തിര്യജന്തുക്കൾ, സസ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ.
അതിനേക്കാൾ കൂടുതലാണ് കുറച്ചും കൂടി ജീവയോനിയിൽ ഉയർന്ന് പോകുന്നതിനനുസരിച്ച്. അതാണ്. അപ്പോ കല്ലിലും ആത്മാവുണ്ടോ? കല്ലിൽ ചൈതന്യമുണ്ട്. ആ ഇരിക്കുക. ബ്രഹ്മത്വത്തെ അറിഞ്ഞ ആൾക്ക് നാലിനെയും വ്യത്യസ്തമായി കാണാൻ കഴിയുന്നത് ഉപാധിഗതമായ വ്യത്യാസം കൊണ്ട് മാത്രമാണ്. നാലിലും വ്യത്യാസമില്ലെന്ന് അയാൾക്കറിയാം. നാലിനും വ്യത്യാസമുണ്ട്. ഒന്നും കൂടി സ്പഷ്ടമാക്കാം. നാലിനും വ്യത്യാസമുണ്ട്, നാലിലും വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ ശ്വപാകേച്ച പണ്ഡിതാ സമദർശിന എന്ന് പറയുന്നത്. ആരാണ് പണ്ഡിതന്മാർ? പണ്ഡിതന്റെ ലക്ഷണം എന്താണ്? വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണനിലും, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ അധീതം അനേന ഇതി, യാതൊരാളാണോ വേദത്തെ പഠിച്ചിട്ടുള്ളത്, വേദജ്ഞനായിട്ടുള്ളത്, ആ മനുഷ്യന്മാരിൽ ഏറ്റവും ഉയർന്നവനാ ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണനിൽ വെച്ച് കേമനാരാ? വിനയം കൂടി കൂടുമ്പോഴാ. വിദ്യ വിനയത്തോടു കൂടിയാണ് ശോഭിക്കുന്നത്. അപ്പോൾ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ഏറ്റവും മികച്ച അവസ്ഥയിലാണ്. അങ്ങനെയുള്ള ആളിലും ഗവി പശുവിലും, ഹസ്തിനി ആനയിലും, ശുനി പട്ടിയിലും, ശപാഖേ പട്ടിയെ പാകം ചെയ്ത് കഴിക്കുന്നവനിലും പണ്ഡിതാ സമദർശിന, പണ്ഡിതന്മാർ സമദർശിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനെയും പശുവേയും പട്ടിയെയും, പട്ടിയെ പാകം ചെയ്യുന്നവനെയും ആനയെയും, ഹസ്തിയുണ്ട്, ആനയെയും ഒരുപോലെ കാണുന്നു പറഞ്ഞാൽ അയാളെ വേഗം കണ്ണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, കണ്ണ് പരിശോധനയ്ക്ക് വിധേയമാക്കണം. വേണ്ടേ? മനുഷ്യനെ പട്ടിനെ ആനേനെയൊക്കെ ഒരുപോലെയാണ് കാണുന്നു വെച്ചാൽ കണ്ണ് പരിശോധന ചെയ്യണം, ചികിത്സ ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ ഭഗവാൻ ദ്വിതീയയിൽ പറയാതെ സപ്തമി പറഞ്ഞത്. ഇതിലെല്ലാം നിലകൊള്ളുന്ന ഉണ്മ, ഇതിലെല്ലാം കുടികൊള്ളുന്ന സത്ത ഒന്നാണെന്ന് അറിയുന്നു. എന്നാൽ ഇതിനെ വ്യത്യസ്തമായി കാണും. അത് ശ്രദ്ധിക്കുക.